ഹായ് സ്റ്റുഡൻസ്, നിങ്ങളുടെ ബോർഡ് എക്സാമിന് ആദ്യത്തെ 4 ചാപ്റ്ററിൽ നിന്ന് എന്തായാലും വരാൻ ചാൻസുള്ള ചോദ്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു സെഷനാണിത്. ഒരു കാരണവശാലും നിങ്ങളിത് സ്കിപ്പ് ചെയ്യരുത്, ഇത് പഠിക്കാതെ പോവുകയും ചെയ്യരുത്. എന്തായാലും ഇതിൽ നിന്ന് ചോദ്യങ്ങൾ വരും, ഉറപ്പാണ്. അത്രയും ഉറപ്പുള്ള ചോദ്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളൊരു വീഡിയോ ആണിത്, പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യം ലിവിങ് വേൾഡ് എന്നുള്ള ചാപ്റ്ററിൽ ടാക്സോണമിക് ഹെയറാർക്കി, ഓക്കെ, കിങ്ഡം, ഫൈലം ഓർ ഡിവിഷൻ, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ്. ഞാനിപ്പോൾ പറഞ്ഞത് ഡിസെൻഡിങ് ഓർഡറിലാണ്. കിങ്ഡം, ഫൈലം ഓർ ഡിവിഷൻ, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ്. ഡിസെൻഡിങ് ഓർഡറിൽ പറഞ്ഞു. ഇനി ഇതിൻ്റെ അസെൻഡിങ് ഓർഡറിൽ പറയുമ്പോൾ സ്പീഷീസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം ഓർ ഡിവിഷൻ, കിങ്ഡം. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. നോക്കൂ, ഇവിടെ നമുക്ക് 4 ഓർഗാനിസത്തിൻ്റെ സയൻറ്റിഫിക് നെയിമും അതിൻ്റെ ഡീറ്റെയിൽസും തന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് പഠിക്കേണ്ടത് മാൻ ആൻഡ് ഹൗസ് ഫ്ലൈ. ഓക്കെ, ഇത് പഠിക്കണം. കോമൺ നെയിം ഫോർ മാൻ ഹോമോസാപ്പിയൻസ്, ഹൗസ് ഫ്ലൈൻ്റെത് മസ്ക ഡൊമസ്റ്റിക്ക, മാംഗോ മാഞ്ചിഫറ ഇൻഡിക്ക, വീറ്റ് ട്രിറ്റിക്കം ഈസ്റ്റിവം. ഇതിൽ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ടത് ഈ ഒരു മാനും ഹൗസ് ഫ്ലൈയുമാണ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടത്. അതിൽ ബയോളജിക്കൽ നെയിം തന്നിട്ടുള്ളത് ഹോമോസാപ്പിയൻസ് ആണ്. ഇതിൻ്റെ സ്പീഷീസ് നെയിം സാപ്പിയൻസ് ആണ്. ജീനസ് നെയിം ഹോമോ, ഫാമിലി ഹൊമിനിഡെ, ഓർഡർ പ്രിമേറ്റ, ക്ലാസ് മമാലിയ, ഫൈലം ഓർ ഡിവിഷൻ ഇവിടെ വരുന്നത് ഫൈലമാണ്, ഫൈലം കോർഡേറ്റ, കിങ്ഡം ആനിമാലിയ. ഇനി ഹൗസ് ഫ്ലൈൻ്റെത് ഇതേപോലെ പഠിക്കുക. മസ്ക ഡൊമസ്റ്റിക്ക അതാണ് ഹൗസ് ഫ്ലൈൻ്റെ സയൻറ്റിഫിക് നെയിം. അതിൽ ഡൊമസ്റ്റിക്ക എന്നുള്ളത് സ്പീഷീസ് നെയിമാണ്, മസ്ക എന്നുള്ളത് ജീനസ് നെയിമാണ്, മ്യൂസീഡെ എന്നുള്ളത് ഫാമിലി, ഓർഡർ ഡിപ്റ്ററ, ക്ലാസ് ഇൻസെക്റ്റ, ഫൈലം ആർത്രോപോഡ, കിങ്ഡം ആനിമാലിയ. ഇത് 2 നിങ്ങൾ വ്യക്തമായിട്ട് പഠിക്കണം. പിന്നെ മാംഗോയിൻ്റെയും വീറ്റിൻ്റെയും സയൻറ്റിഫിക് നെയിമും പഠിച്ചു വെക്കുക. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് വരാം. എക്സ്പാൻഷൻ ഓഫ് ICBN ആൻഡ് ICZN. ICBN ഇൻ്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാനിക്കൽ നോമൻക്ലേച്ചർ, ഇൻ്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാനിക്കൽ നോമൻക്ലേച്ചർ. ICZN ഇൻ്റർനാഷണൽ കോഡ് ഓഫ് സുവോളജിക്കൽ നോമൻക്ലേച്ചർ. ഇൻ്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാനിക്കൽ നോമൻക്ലേച്ചർ ICBN, ഇൻ്റർനാഷണൽ കോഡ് ഓഫ് സുവോളജിക്കൽ നോമൻക്ലേച്ചർ ഫോർ അനിമൽസ്. ഓക്കെ, ഇതാണ് 2 എക്സ്പാൻഷൻ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അടുത്തത് അനിമൽ കിങ്ഡം എന്നുള്ള ചാപ്റ്ററാണ്. അനിമൽ കിങ്ഡം എന്നുള്ള ചാപ്റ്ററിൽ ഈ ഒരു ഫിഗർ നിങ്ങൾ ശരിക്കും പഠിക്കണം. ഇത് ഏതാണ് ഈ ഒരു ഫിഗറിൽ ഡിനോട്ട് ചെയ്തിരിക്കുന്നത് നോക്കുക. ഇത് ഡിനോട്ട് ചെയ്തിരിക്കുന്നത് പ്ലൂറോബ്രേക്കിയ എന്ന് പറയുന്ന ഒരു അനിമലാണ്. ദറ്റ് ഈസ് ബിലോങ്സ് ടു ദ ഫൈലം, ഓക്കെ, ഫൈലം ടെനോഫോറ. പ്ലൂറോബ്രേക്കിയ ബിലോങ് ചെയ്യുന്ന ഫൈലത്തിൻ്റെ പേരാണ് ഫൈലം ടീനോഫോറ എന്ന് പറയും. ഇതിൻ്റെ 2 പ്രധാനപ്പെട്ട ഫീച്ചേഴ്സുകളും നിങ്ങൾ പഠിക്കണം. ഒന്ന്, ദേ ഹാവ് 8 എക്സ്റ്റേണൽ റോ ഓഫ് സീലിയേറ്റഡ് കോംബോപ്ലേറ്റ്സ്. 8 എക്സ്റ്റേണൽ റോ ഓഫ് സീലിയേറ്റഡ് കോംബോപ്ലേറ്റ്സ് വിച്ച് ഈസ് യൂസ്ഡ് ഫോർ ലോക്കോമോഷൻ. ഇത് കൂടാതെ ദേ ഹാവ് ദ എബിലിറ്റി ടു എമിറ്റ് ലൈറ്റ്. ലൈറ്റ് തെളിയിക്കാനുള്ളൊരു കഴിവുണ്ട്. അതിന് പറയുന്ന പേരാണ് ബയോലുമിനസെൻസ് എന്നും പറയും. ബയോലുമിനസെൻസ്, ദ ലിവിങ് ഓർഗാനിസം ഹാവിങ് ദ എബിലിറ്റി ടു എമിറ്റ് ലൈറ്റ്. ഇത്രയുമാണ് ഈ ഒരു ഫിഗർ വെച്ചിട്ട് നമ്മൾ പഠിക്കേണ്ടത്. ഈ ഒരു തന്നിരിക്കുന്ന ഫിഗർ പ്ലൂറോബ്രേക്കിയയുടേതാണ്. ഇവർ ബിലോങ് ചെയ്യുന്ന ഫൈലമാണ് ടെനോഫോറ. ഇവരുടെ 2 പ്രധാനപ്പെട്ട ഫീച്ചേഴ്സാണ് ബോഡിയിൽ 8 ഇതളുകൾ കാണും. അതിന് ലോക്കോമോഷന് സഹായിക്കുന്നുണ്ട് അവർ. പിന്നെ അത് കൂടാതെ ഇവർക്ക് ലൈറ്റ് തെളിയിക്കാനുള്ള ഒരു കഴിവുമുണ്ട് എന്നുള്ളത് പഠിക്കണം. ഓക്കെ, അടുത്തത് ഈ ഒരു ഫിഗർ. ഈ ഒരു ഫിഗർ നമുക്ക് ലേബൽ ചെയ്യാൻ എന്തായാലും വരുന്നതാണ്, ശ്രദ്ധിച്ച് കണ്ടോളാം. ഈ ഫിഗറിൽ നമ്മൾ ആദ്യം ലേബൽ ചെയ്യാൻ വരുന്നത് നെർവ് കോഡാണ്, രണ്ടാമത്തെ നോട്ടോ കോഡ്, പിന്നെ ഗിൽ സ്ലിറ്റ്, ആനൽ ടെയിൽ. ഓക്കെ, നോക്കിക്കോളൂ, നെർവ് കോഡ്, നോട്ടോ കോഡ്, ഗിൽ സ്ലിറ്റ്, ആനൽ ടെയിൽ എന്ന് പറയും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരുന്നു. കോഡേറ്റ്സും നോൺ കോഡേറ്റ്സും തമ്മിലുള്ള ഡിഫറൻസുകളാണ് ഇവിടെ തന്നിരിക്കുന്നത്. നോക്കുക, കോഡേറ്റ്സിൽ നോട്ടോ കോഡ് പ്രസൻ്റ് ആണ്, നോൺ കോഡേറ്റ്സിൽ നോട്ടോ കോഡ് ആബ്സെൻ്റ് ആണ്. പിന്നെ സെൻട്രൽ നെർവസ് സിസ്റ്റം ഡോർസൽ, ഹോളോ, സിംഗിൾ ആണ് കോഡേറ്റ്സിൽ. നോൺ കോഡേറ്റിൽ സെൻട്രൽ നെർവസ് സിസ്റ്റം വെൻട്രൽ, സോളിഡ്, ഡബിൾ. ഇവിടെ ഗിൽ സ്ലിറ്റ് പ്രസൻ്റ് ആണ്, ഇവിടെ ഗിൽ സ്ലിറ്റ് ആബ്സെൻ്റ് ആണ്. ഇവിടെ ഹാർട്ട് വെൻട്രൽ ആണ്, ഇവിടെ ഹാർട്ട് ഡോർസലാണ് ഇഫ് പ്രസൻറ്റ്. എല്ലാ നോൺ കോഡേറ്റ്സുകൾക്കും ഹാർട്ടില്ല, ഉള്ളവർക്ക് അത് എവിടെയായിരിക്കും, പുറത്തായിരിക്കും. പിന്നെ അടുത്തൊന്ന് പോസ്റ്റ് ആനൽ ടെയിൽ പ്രസൻ്റ് ആണ്. ഇവിടെ പോസ്റ്റ് ആനൽ ടെയിൽ ആബ്സെൻ്റ് ആണ്. എന്നിങ്ങനെ 5ഓളം ഫീച്ചേഴ്സുകൾ ഇവിടെ കോഡേറ്റ്സും നോൺ കോഡേറ്റ്സും ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. അത്
എന്തായാലും പഠിച്ചിട്ട് പോകണം കേട്ടോ. ഇനി നമുക്കുള്ളത് ഫൈലം കോർഡേറ്റയുടെ അണ്ടറിൽ വരുന്ന ഫൈലം കോർഡേറ്റയുടെ അണ്ടറിൽ ഡിവിഷൻ വെർട്ടിബ്രേറ്റഡ് അണ്ടറിൽ നമുക്ക് പറയാൻ പറ്റും സബ് ഫൈലം വെർട്ടിബ്രേറ്റഡ് അണ്ടറിൽ നോക്കിക്കോളാം. ഫൈലം കോർഡേറ്റ, സബ് ഫൈലം വെർട്ടിബ്രേറ്റ, അതിൻ്റെ ഡിവിഷൻ അണ്ടറിനാണുള്ളത്. ഒന്ന് ഏനാഥ, മറ്റൊന്ന് നാത്തോസ്റ്റൊമാറ്റ. ഏനാഥ, നാത്തോസ്റ്റൊമാറ്റ. ഈ നാത്തോസ്റ്റൊമാറ്റയിൽ സൂപ്പർ ക്ലാസ്സുകളാണ് പിസസ് ടെട്രാപോഡ. പിസസ് ടെട്രാപോഡ. അതിൽ ഈ ഒരു ഏനാഥയിൽ വരുന്ന ക്ലാസ്സാണ് സൈക്ലോസ്റ്റൊമാറ്റ, പിസസിൽ വരുന്ന ക്ലാസ്സാണ് കോൺട്രിക്തൈസ്, ഓസ്ട്രിക്തൈസ്, ടെട്രാപോഡയിൽ വരുന്ന ക്ലാസ്സാണ് ആംഫിബിയ, റെപ്റ്റിലിയ, ഏവ്സ്, മെമാലിയ. ശ്രദ്ധിച്ച് കണ്ടോളാം. ഫൈലം കോർഡേറ്റയുടെ സബ് ഫൈലം വെർട്ടിബ്രേറ്റയുടെ അണ്ടറിലുള്ള 2 ഡിവിഷനാണ് ഏനാഥയും നാത്തോസ്റ്റൊമാറ്റയും. ഏനാഥയുടെ അണ്ടറിൽ സൂപ്പർ ക്ലാസ് ഇല്ല, അതിന് ക്ലാസ് മാത്രമേ ഉള്ളൂ, ക്ലാസ് സൈക്ലോസ്റ്റൊമാറ്റ. നാത്തോസ്റ്റൊമാറ്റയുടെ അണ്ടറിൽ 2 സൂപ്പർ ക്ലാസ്സുകളുണ്ട്, ഒന്ന് പിസസും മറ്റൊന്ന് ടെട്രാപോഡയും. പിസസിൽ വരുന്ന ക്ലാസ്സുകളാണ് കോൺട്രിക്തൈസ്, ഓസ്ട്രിക്തൈസ്. ടെട്രാപോഡയിൽ വരുന്ന ക്ലാസ്സാണ് ആംഫിബിയ, റെപ്റ്റിലിയ, ഏവ്സ്, മെമാലിയ. ഇനി നമുക്ക് കോൺട്രിക്തൈസും ഓസ്ട്രിക്തൈസും തമ്മിലുള്ള ഡിഫറൻസ് അത് നിർബന്ധമായിട്ടും പഠിക്കുക. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിരിക്കുന്നതാണിത്. ഈ കോൺട്രിക്തൈസിലെ ഫസ്റ്റ് പോയിന്റ് നിങ്ങൾ എഴുതണം കാർട്ടിലേജിനസ് എൻഡോസ്കെൽട്ടൺ. ഓസ്ട്രിക്തൈസിനെ ഫസ്റ്റ് പോയിന്റ് എഴുതേണ്ടത് ദ ഹാവ് ബോണി എൻഡോസ്കെൽട്ടൺ. കാർട്ടിലേജിനസ് എൻഡോസ്കെൽട്ടൺ, ബോണി എൻഡോസ്കെൽട്ടൺ. ഇവിടെ മൗത്ത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് വെൻട്രലാണ്, ഇവിടെ ടെർമിനൽ മൗത്താണ്. ഇവിടെ ഗിൽസുകൾക്ക് ഒപ്പർക്കുലമില്ല, പക്ഷേ ഇവിടെ ഗിൽസ് ഉണ്ട്, അതിനെ കവർ ചെയ്തിട്ടുള്ളത് ഒപ്പർക്കുലം കൊണ്ടാണ്. എയർ ബ്ലാഡർ ഇവിടെ ഇല്ല, ഇവർക്ക് എയർ ബ്ലാഡർ പ്രസൻ്റ് ആണ്. ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷൻ ആണ്, എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ്. പ്ലാക്കോയിഡ് സ്കെയിൽസ് ആണ്, ഇവിടെ സൈക്ലോയിഡ് സ്കെയിൽസ് ആണ്. നോക്കിക്കോളാം. കാർട്ടിലേജിനസ് എൻഡോസ്കെൽട്ടൺ, ബോണി എൻഡോസ്കെൽട്ടൺ, വെൻട്രൽ മൗത്ത്, ടെർമിനൽ മൗത്ത്, ഗിൽസ് ലിറ്റ് വിത്തൗട്ട് ഒപ്പർക്കുലം, ഗിൽസ് വിത്ത് ഒപ്പർക്കുലം, എയർ ബ്ലാഡർ ആബ്സെൻറ്റ്, എയർ ബ്ലാഡർ പ്രസൻറ്റ്, ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷൻ, എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ, ഇവിടെ പ്ലാക്കോയിഡ് സ്കെയിൽസ്, ഇവിടെ സൈക്ലോയിഡ് സ്കെയിൽസ് എന്നിങ്ങനെയാണ് കോൺട്രിക്തൈസ്, ഓസ്ട്രിക്തൈസിൻ്റെ ഡിഫറൻസിയേഷൻ. ഇനി നമുക്ക് സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ അനിമൽസ് എന്നുള്ള ചാപ്റ്ററിലെ ക്വസ്റ്റ്യനിലേക്ക് വരാം. സെക്ഷുവൽ ഡൈമോർഫിസം ഇൻ ഫ്രോഗ്. മെയിൽ ഫ്രോഗിൽ സൗണ്ട് പ്രൊഡ്യൂസിങ് വോക്കൽ സാക്ക് ഉണ്ടാകും. മാത്രമല്ല ഫസ്റ്റ് ഡിജിറ്റ് ഓഫ് ഫോർലിംബിൽ കോപ്പുലേറ്ററി പാഡ് ഉണ്ടാവും. ഇത് രണ്ടും മെയിൽ ഫ്രോഗിന് മാത്രമേ ഉള്ളൂ, ഫീമെയിൽ ഫ്രോഗിന് ഉണ്ടാവില്ല. അപ്പോൾ സെക്ഷുവൽ ഡൈമോർഫിസം നമുക്ക് ചോദ്യം വരാറുണ്ട്. സെക്ഷുവൽ ഡൈമോർഫിസത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, സൗണ്ട് പ്രൊഡ്യൂസിങ് വോക്കൽ സാക്ക് മെയിൽസിലുണ്ട്, ഫസ്റ്റ് ഡിജിറ്റിൽ കോപ്പുലേറ്ററി പാഡ് ഉണ്ട്, അത് ഫീമെയിലിനില്ല. പിന്നെ നമുക്കിവിടെ വരാൻ ചാൻസ് ഉള്ള മറ്റൊന്നാണ് എയ്സ്റ്റിവേഷനും ഹൈബർനേഷനും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. എയ്സ്റ്റിവേഷൻ എന്ന് പറഞ്ഞാൽ ഫ്രോഗ് സമ്മർ സ്ലീപ്പ് നടത്തുന്നതാണ് എയ്സ്റ്റിവേഷൻ എന്ന് പറയുക. ഹൈബർനേഷൻ എന്ന് പറഞ്ഞാൽ വിൻ്റർ സ്ലീപ്പിനെയാണ് ഹൈബർനേഷൻ എന്ന് പറയാം. ഫ്രോഗ് എക്സ്ട്രീം സമ്മറിൽ എയ്സ്റ്റിവേഷൻ നടത്തും, അതേപോലെ എക്സ്ട്രീം വിൻ്ററിൽ ഹൈബർനേഷൻ നടത്തും ബൈ മേക്കിംഗ് ബറോസ്. ഇതും ഇവിടെ പഠിക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഫിഗർ ലേബൽ ചെയ്യാൻ വരാൻ ചാൻസ് ഉള്ളതാണ്. സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ അനിമൽസിൽ ഫ്രോഗിൻ്റെ സ്ട്രക്ചറിൽ നമുക്ക് ലേബൽ ചെയ്യാൻ വരും. ഇതാണ് എലിമെൻ്ററി കനാൽ. എലിമെൻ്ററി കനാലിലെ ആദ്യത്തെ ഭാഗം മൗത്താണ്, പിന്നെ ബക്കൽ ക്യാവിറ്റി, പിന്നെ ഫാരിങ്സ്. അത് കഴിഞ്ഞ് വരുന്ന ഭാഗമാണ് ഈസോഫാഗസ്, സ്റ്റൊമക്ക്, ഇൻറ്റസ്റ്റൈൻ, റെക്റ്റം, ക്ലോയേക്ക, ക്ലോയേക്കൽ അപ്പേർച്ചർ. ഒന്നുകൂടെ നോക്കാം. ഫസ്റ്റ് പാർട്ട് ഈസോഫാഗസ്, പിന്നെ സ്റ്റൊമക്ക്. ഇവിടെ ഈ ഒരു പിക്ചറിൽ തന്നിരിക്കുന്ന ആദ്യം ഈസോഫാഗസ് ആണ്, സ്റ്റൊമക്കാണ്, ഇൻറ്റസ്റ്റൈൻ ഉണ്ട്, റെക്റ്റം ഉണ്ട്, ക്ലോയേക്ക, ക്ലോയേക്കൽ അപ്പേർച്ചർ. ഇനി അതോട് അസോസിയേറ്റ് ആയി കിടക്കുന്ന ഗ്ലാൻഡുകളോട് തന്നിരിക്കുന്നത് ലിവറാണ്. ലിവർ തന്നിട്ടുണ്ട്. ദിസ് ഈസ് ലിവർ. ലിവറിൻ്റെ സെക്രീഷൻസുകളായിട്ടുള്ള ബൈൽ സ്റ്റോർ ചെയ്യുന്ന ഗാൾ ബ്ലാഡർ ഇവിടെ തന്നിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ എക്സ്ക്രീറ്ററി ഓർഗൻ ആയിട്ടുള്ള 2 കിഡ്നി തന്നിട്ടുണ്ട്. കിഡ്നിയുടെ യുറീറ്റർ തന്നിട്ടുണ്ട്. യൂറിൻ സ്റ്റോർ ചെയ്യുന്ന യൂറിനറി ബ്ലാഡറുകൾ ഒരു 2 ഇതളായിട്ടാണ് കിടക്കുന്നത്, അതിവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഫാറ്റ് ബോഡിയാണ്, അതായത് എയ്സ്റ്റിവേഷൻ ഹൈബർനേഷൻ സമയത്തൊക്കെ ഫുഡായിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഫാറ്റ് ബോഡീസാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിന് ലങ്സ് ഉണ്ട്. ആ ലങ്സ് എലോങ്ങേറ്റഡ് പിങ്ക് കളേർഡ് സാക്കാണ്. പിന്നെ ഹാർട്ട്. ഇത്രയും കാര്യങ്ങൾ ഈ ഒരു പിക്ചറിൽ നിങ്ങൾ ലേബൽ ചെയ്യാൻ പഠിക്കണം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് മെയിൽ ഫ്രോഗിൻ്റെ സ്ട്രക്ചറാണ്. മെയിൽ ഫ്രോഗിൻ്റെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റമാണ് തന്നിരിക്കുന്നത്. മെയിൽ ഫ്രോഗിന് റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, അതിൽ ടെസ്റ്റിസ് ഉണ്ട്. ടെസ്റ്റിസിൽ നിന്ന് എറൈസ് ചെയ്യുന്നതാണ് വാസ ഇഫറൻഷ്യ. കണ്ടോ, ഈ വാസ ഇഫറൻഷ്യ നേരെ പോകുന്ന കിഡ്നിയിലേക്കാണ്. കിഡ്നീൻ്റെ സൈഡിലൊരു കനാലുണ്ട്, ബിഡേഴ്സ് കനാൽ. കണ്ടോ, അപ്പോൾ ഇത് ടെസ്റ്റിസ്, വാസ ഇഫറൻഷ്യ. പിന്നെ വരുന്ന കിഡ്നി, കിഡ്നിയുടെ സൈഡിലുള്ള ബിഡേഴ്സ് കനാൽ, ബിഡേഴ്സ് കനാലിൽ നേരെ പോകുന്ന യുറീറ്റർ, യുറീറ്റർ ഓപ്പൺ ആകുന്ന ക്ലോയേക്ക, ക്ലോയേക്കയിൽ നിന്ന് പിന്നെ പുറത്തേക്ക് പോകുന്ന ക്ലോയേക്കൽ അപ്പേർച്ചർ. അപ്പോൾ സ്പേമിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ എക്സാമിന് വരും. ആദ്യം പറയണം ടെസ്റ്റിസ്, വാസ ഇഫറൻഷ്യ, കിഡ്നി, ബിഡേഴ്സ് കനാൽ,
യുറീറ്റർ, ക്ലോയേക്ക, ക്ലോയേക്കൽ അപ്പർച്ചർ. ഓക്കെ, അടുത്ത് നമുക്ക് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലേക്ക് നോക്കാം. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് ഓവറി. ഓവറിയുടെ അകത്ത് ഓവ ക്യാരി ചെയ്യുന്നത് ഓവിഡക്റ്റ്. ഓവിഡക്റ്റ് സെപ്പറേറ്റ് ആയിട്ട് ക്ലോയേക്കയിലേക്ക് ഓപ്പൺ ആകും. ക്ലോയേക്ക പുറത്തേക്ക് ഓപ്പൺ ആകുന്നത് ക്ലോയേക്കൽ അപ്പർച്ചർ. നോക്കിക്കോളൂ, ഓവറിയുടെ അകത്ത് ഓവ കളക്ട് ചെയ്യുന്നത് ഓവിഡക്റ്റ് സെപ്പറേറ്റ് ആയിട്ട് ക്ലോയേക്കയിലേക്ക് ഓപ്പൺ ആകും. ക്ലോയേക്ക പുറത്തേക്ക് ഓപ്പൺ ആകുന്നത് ക്ലോയേക്കൽ അപ്പർച്ചർ. ഇനി നമുക്ക് ഫ്രോഗിൻ്റെ റെസ്പിറേറ്ററി ഓർഗൻ പഠിക്കണം. സ്കിന്നിലൂടെയുള്ള റെസ്പിറേഷന് ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ. എപ്പോഴാണ് സ്കിന്നിലൂടെ റെസ്പിയർ ചെയ്യുക? വെൻ ദേ ആർ ഇൻ ലാൻഡ്, വാട്ടർ, ഹൈബർനേഷൻ ആൻഡ് ഈസ്റ്റിവേഷൻ. ഓക്കെ, ആ സമയത്തൊക്കെ സ്കിന്നാണ് റെസ്പിറേറ്ററി ഓർഗൻ ആയിട്ടുണ്ടാവുക. ലങ്സ് പൾമോണറി റെസ്പിറേഷനാണ് ലങ്സിലൂടെയുള്ള റെസ്പിറേഷന് പറയുന്നത്. പൾമോണറി റെസ്പിറേഷൻ വെൻ ദേ ആർ ഇൻ ലാൻഡ്, കരയിലിരിക്കുന്ന സമയത്ത് പൾമോണറി റെസ്പിറേഷനാണ് ഉണ്ടാവുക. ഇനി നമുക്ക് ബയോമോളിക്യൂൾ എന്നുള്ള ചാപ്റ്ററിലേക്ക് വരാം. ബയോമോളിക്യൂൾ എന്നുള്ള ചാപ്റ്ററിൽ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളത് ഒന്ന് പ്രൈമറി മെറ്റബോളൈറ്റും സെക്കൻഡറി മെറ്റബോളൈറ്റും. എന്താണ് പ്രൈമറി മെറ്റബോളൈറ്റും സെക്കൻഡറി മെറ്റബോളൈറ്റും തമ്മിലുള്ള ഡിഫറൻസ്? പ്രൈമറി മെറ്റബോളൈറ്റ് എന്ന് പറഞ്ഞാൽ ദേ ആർ ഹാവിങ് ഐഡൻറ്റിഫയബിൾ ഫങ്ഷൻ ഇൻ ഫിസിയോളജിക്കൽ പ്രോസസ്സ്. അതായത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീവിയിൽ തന്നെ അതിന് പ്രാഥമിക ഫങ്ഷൻ ഉണ്ട്. എന്തിനൊക്കെ ഫങ്ഷൻ ഉണ്ടാവുക? ഗ്രോത്ത്, ഡെവലപ്മെൻറ്റ്, റീപ്രൊഡക്ഷന് സഹായിക്കും. ഓക്കെ, അങ്ങനെയുള്ളവരെയാണ് പ്രൈമറി മെറ്റബോളൈറ്റ് എന്ന് പറയാം. എക്സാമ്പിളായിട്ട് നമുക്ക് കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ഷുഗർ, ഫാറ്റ്, അമിനോ ആസിഡ് ഒക്കെ പറയാം. ഓക്കെ, ഷുഗർ, ഫാറ്റ്, പ്രോട്ടീൻ അല്ലെങ്കിൽ അമിനോ ആസിഡ് ഒക്കെ ഏതാണ്? പ്രൈമറി മെറ്റബോളൈറ്റ് ആണ്. ഇനി സെക്കൻഡറി മെറ്റബോളൈറ്റ് എന്ന് പറഞ്ഞാൽ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീവിയിൽ ഗ്രോത്തിനോ ഡെവലപ്മെൻറ്റിനോ റീപ്രൊഡക്ഷനോ ഡയറക്റ്റ് റോളില്ല. നോക്കൂ, ദേ ആർ നോട്ട് ഡയറക്ട്ലി ഇൻവോൾവ് ഇൻ നോർമൽ ഗ്രോത്ത്, ഡെവലപ്മെൻറ്റ് ആൻഡ് റീപ്രൊഡക്ഷൻ. സെക്കൻഡറി മെറ്റബോളൈറ്റിന് എക്സാമ്പിളായിട്ട് നിങ്ങൾ ആൽക്കലോയിഡ്, റെസിൻ, ഓക്കെ, അതേപോലെ ആൻറ്റിബയോട്ടിക്സ് ഒക്കെ നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, അതൊക്കെ സെക്കൻഡറി മെറ്റബോളൈറ്റ് ആണ്. ഓക്കെ, സെക്കൻഡറി മെറ്റബോളൈറ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, ഇതൊക്കെ സെക്കൻഡറി മെറ്റബോളൈറ്റ് ആണ്. അതിൻ്റെ എക്സാമ്പിൾസും ആണ്. ഇവിടെ പിഗ്മെൻസുകളായിട്ട് കരോട്ടിനോയിഡ്, ആന്തോസയാനിൻ, ആൽക്കലോയിഡ്സ് ആയിട്ട് മോർഫിൻ, കൊഡൈൻ, ടെർപ്പിനോയിഡ്സ് ആയിട്ട് മോണോടെർപ്പീൻ, ഡൈടെർപ്പീൻ, എസെൻഷ്യൽ ഓയിലായിട്ട് ലെമൺ ഗ്രാസ് ഓയിൽ, ടോക്സിൻസ് ആയിട്ട് അബ്രിൻ, റിസിൻ, ലെക്റ്റിൻസ്, കോൺകനാവലിൻ എ, ഡ്രഗ്സ്, വിൻബ്ലാസ്റ്റിൻ, കുർക്കുമിൻ, പോളിമറിക് സബ്സ്റ്റൻസ് റബ്ബർ, ഗം, സെല്ലുലോസ്. ഒന്നുകൂടെ നോക്കാം. പിഗ്മെൻസ് ആയിട്ട് കരോട്ടിനോയിഡ്, ആന്തോസയാനിൻ, ആൽക്കലോയിഡ്സ് മോർഫിൻ, കൊഡൈൻ, ടെർപ്പിനോയിഡ്സ് മോണോടെർപ്പീൻ, ഡൈടെർപ്പീൻ, എസെൻഷ്യൽ ഓയിൽ ലെമൺ ഗ്രാസ് ഓയിൽ, ടോക്സിൻസ് അബ്രിൻ, റിസിൻ, ഡ്രഗ് വിൻബ്ലാസ്റ്റിൻ, കുർക്കുമിൻ, ലെക്റ്റിൻസ്, കോൺകനാവലിൻ എ, പോളിമറിക് സബ്സ്റ്റൻസ് റബ്ബർ, ഗം, സെല്ലുലോസ്. ഇത് തന്നിരിക്കുന്നത് സെക്കൻഡറി മെറ്റബോളൈറ്റും അതിൻ്റെ എക്സാമ്പിൾസുമാണ്. അടുത്തത് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ 107 പേജിൽ അങ്ങോട്ട് തന്നിട്ടുണ്ടാകും. പുതിയ ടെക്സ്റ്റ് ബുക്കിൽ 145 പേജിലുണ്ട്. ഓക്കെ, ഈ ഒരു 3 ഫിഗർ നിങ്ങൾ പഠിച്ചു നോക്കണം. ഓക്കെ, ഈ 3 സ്ട്രക്ചർ, അതായത് ഗ്ലൈസിൻ്റെ സ്ട്രക്ചറാണിത്. 6 റീപ്ലേസ് ചെയ്ത് H വരികയാണെങ്കിൽ ഗ്ലൈസിൻ, 6 റീപ്ലേസ് ചെയ്ത് CH3 വരികയാണെങ്കിൽ അലനൈൻ, 6 റീപ്ലേസ് ചെയ്ത് CH2OH വരികയാണെങ്കിൽ സെറൈൻ എന്ന് പറയും. അപ്പോൾ ഈ 3 സ്ട്രക്ചർ അമിനോ ആസിഡിന് പഠിക്കണം: ഗ്ലൈസിൻ, അലനൈൻ, സെറൈൻ. അടുത്ത് നോക്കുക, സ്ട്രക്ചർ ഓഫ് കൊളസ്ട്രോൾ. കൊളസ്ട്രോളിൻ്റെ സ്ട്രക്ചർ നോക്കുക. ഓക്കെ, കൊളസ്ട്രോൾ സ്ട്രക്ചറിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ തന്നിരിക്കുന്ന സ്ട്രക്ചർ ഏതാണ്? കൊളസ്ട്രോളിൻ്റെ സ്ട്രക്ചർ ആണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പഠിക്കണം. ഓക്കെ, ഇത് കൊളസ്ട്രോളിൻ്റെ സ്ട്രക്ചറാണ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ മക്കൾ പഠിക്കണം. ഓക്കെ, ഇതൊരു ഡിറൈവ്ഡ് ലിപ്പിഡിൻ്റെ എക്സാമ്പിളാണ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. പിന്നെ നമുക്കിനി പഠിക്കാനുള്ളത് പ്രോട്ടീൻ്റെ ഫംഗ്ഷനാണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ 147 പേജ്, പഴയ ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിൽ. ഓക്കെ, അതിൽ തന്നിട്ടുണ്ട് കൊളേജൻ എന്ന് പറയുന്നത് ഇൻ്റർ സെല്ലുലാർ ഗ്രൗണ്ട് സബ്സ്റ്റൻസ്, സെല്ലുകൾക്കിടയിലുള്ള ഗ്രൗണ്ട് സബ്സ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. ട്രിപ്സിൻ എൻസൈമാണ്, ഇൻസുലിൻ ഹോർമോണാണ്, ആൻറ്റിബോഡി ഫൈറ്റ് ഇൻഫെക്ഷ്യസ് ഏജൻറ്റ്, റിസപ്റ്റർ സെൻസറി റിസപ്റ്റേഴ്സാണ്, സ്മെല്ല്, ടേസ്റ്റ്, ഹോർമോൺ റിസപ്റ്റേഴ്സ്. GLUT4 എനേബിൾ ഗ്ലൂക്കോസ് ടു ട്രാൻസ്പോർട്ട് ഇൻ ടു സെൽ. നോക്കിക്കോളൂ, ഇവിടെ പ്രോട്ടീനുകളായിട്ട് കൊളേജൻ, ഇൻ്റർ സെല്ലുലാർ ഗ്രൗണ്ട് സബ്സ്റ്റൻസ്, ട്രിപ്സിൻ എൻസൈം, ഇൻസുലിൻ ഹോർമോൺ, ആൻറ്റിബോഡി ഫൈറ്റ് ഇൻഫെക്ഷ്യസ് ഏജൻറ്റ്, റിസപ്റ്ററായിട്ട് സെൻസറി റിസപ്റ്റേഴ്സുകളായ സ്മെല്ല്, ടേസ്റ്റ്, ഹോർമോൺ റിസപ്റ്റേഴ്സ് ഉണ്ട്. GLUT4 എന്ന് പറഞ്ഞാൽ എനേബിൾ ഗ്ലൂക്കോസ് ടു ട്രാൻസ്പോർട്ട് ഇൻ ടു സെൽ എന്ന് പഠിക്കണം. പിന്നെ നമുക്ക് ഈ സ്ട്രക്ചർ പഠിക്കണം. ഇത് നമ്മുടെ പ്രോട്ടീൻ്റെ സ്ട്രക്ചേഴ്സാണ് തന്നിരിക്കുന്നത്. ഇത് പ്രൈമറി സ്ട്രക്ചറാണ്. ലീനിയർ സീക്വൻസ് ഓഫ് അമിനോ ആസിഡാണ്, സ്ട്രെയിറ്റ് ചെയിനാണ്. അതിന് ലെഫ്റ്റ് എൻഡ് N ടെർമിനലും റൈറ്റ് എൻഡ് C ടെർമിനലുമാണ്. ലെഫ്റ്റ് എൻഡ് N ടെർമിനൽ, റൈറ്റ് എൻഡ് C ടെർമിനലുമാണ്. ഇനി സെക്കൻഡറി സ്ട്രക്ചർ കണ്ടോ, ആൽഫ ഹെലിക്സും ഉണ്ട്, ബീറ്റ പ്ലേറ്റഡ് ഷീറ്റും ഉണ്ട്. ആൽഫ ഹെലിക്സും ഉണ്ട്, ബീറ്റ പ്ലേറ്റഡ് ഷീറ്റും ഉണ്ട്.
ടേർഷറി സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ടേർഷറി സ്ട്രക്ചർ ലുക്ക് ലൈക്ക് എ ഹോളോ വൂളൻ ബോൾ. ഇനി ക്വാട്ടേണറി സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ 2 or more പോളിപെപ്റ്റൈഡ് ചെയിൻ ആർ ഫോൾഡഡ് ഇൻ ദ ഫോം ഓഫ് എ ക്യൂബ്, പ്ലേറ്റ് എക്സെട്ര. ഇതിൽ മിക്കപ്പോഴും എക്സാമ്പിൾ ക്വാട്ടേണറി സ്ട്രക്ചറിൻ്റെ എക്സാമ്പിളാണ് ചോദിക്കാറ്. ഹീമോഗ്ലോബിൻ ആണ് എക്സാമ്പിൾ. ഹീമോഗ്ലോബിനിൽ 4 പോളിപെപ്റ്റൈഡ് ചെയിൻ ഉണ്ട്. അതിൽ 2 പോളിപെപ്റ്റൈഡ് ചെയിന് നമ്മൾ പറയുന്നു ആൽഫ ചെയിനാണ്. 2 ആൽഫ ചെയിനും 2 ബീറ്റ ചെയിനും ഉണ്ട്. ഇത്തരത്തിലുള്ളത് കാണാൻ സാധിക്കുന്നത് ഹീമോഗ്ലോബിൻ. ഓക്കെ, ഹീമോഗ്ലോബിൻ ഞാനിവിടെ പറഞ്ഞു. ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നതാണ് ഈ ക്വാട്ടേണറി സ്ട്രക്ചറിൻ്റെ എക്സാമ്പിൾ. അപ്പോൾ ഇത് പ്രൈമറി സ്ട്രക്ചർ. സെക്കൻഡറി സ്ട്രക്ചർ 2 സ്ട്രക്ചർ ആയിട്ട് തന്നിട്ടുണ്ട്. ആൽഫ ഹെലിക്സും ബീറ്റ പ്ലേറ്റഡ് ഷീറ്റും. ടേർഷറി സ്ട്രക്ചറാണ് ഇത്. ഇനി ക്വാട്ടേണറി സ്ട്രക്ചർ. ഇതിൽ നമ്മൾ ചോദിക്കാറുണ്ട്, ഈ ടേർഷറി സ്ട്രക്ചർ എന്ന് പറയുന്നത് മാത്രമേ ഇവിടെ 3D സ്ട്രക്ചേഴ്സ് ഉള്ളൂ. 3 ഡയമെൻഷണൽ സ്ട്രക്ചേഴ്സ് ആയിട്ടുള്ളത് ഈ ഒരു ടേർഷറി സ്ട്രക്ചറാണ്. പ്രൈമറിയും സെക്കൻഡറി സ്ട്രക്ചറൊക്കെ സെക്കൻഡറി സ്ട്രക്ചേഴ്സാണ്. 2D സ്ട്രക്ചറാണ്, 2 ഡയമെൻഷണൽ സ്ട്രക്ചറാണ്. ഓക്കെ, പ്രൈമറി സെക്കൻഡറി സ്ട്രക്ചേഴ്സൊക്കെ 2 ഡയമെൻഷണൽ സ്ട്രക്ചറും ഈ ടേർഷറി സ്ട്രക്ചർ എന്ന് പറയുന്നത് 3 ഡയമെൻഷണൽ സ്ട്രക്ചറുമാണ്. എക്സാമിന് മിക്കപ്പോഴും വരിക ഈ ഒരു ക്വസ്റ്റ്യനാണ് വരിക. ഇത് ഏതാണ് പിക്ചർ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറയും. അപ്പോൾ നിങ്ങൾ പറയുക ഇത് സെക്കൻഡറി സ്ട്രക്ചർ, ഇത് ടേർഷറി സ്ട്രക്ചർ. പിന്നെ ചോദിക്കാറുണ്ട് ഇതിൽ 3D സ്ട്രക്ചർ ഏതാണ്? ടേർഷറി സ്ട്രക്ചർ. ഓക്കെ, ഇനി ക്വാട്ടേണറി സ്ട്രക്ചറിൻ്റെ എക്സാമ്പിൾ ചോദിക്കും. ക്വാട്ടേണറി സ്ട്രക്ചറിൻ്റെ എക്സാമ്പിൾ ഏതാണ്? ഹീമോഗ്ലോബിൻ. എന്തുകൊണ്ട് ഹീമോഗ്ലോബിൻ ക്വാട്ടേണറി സ്ട്രക്ചർ ആകുന്നു? 4 പോളിപെപ്റ്റൈഡ് ചെയിൻ ഉണ്ട്, 2 ആൽഫ ചെയിനും 2 ബീറ്റ ചെയിനും. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈ ഒരു ഡയഗ്രാമാണ്. ഈ ഒരു ഡയഗ്രാം നമുക്ക് എക്സാമിന് വരുമ്പോൾ ചോദിക്കുക, ഇത് എന്താണ് ഈ ഡയഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? കൺസെപ്റ്റ് ഓഫ് ആക്ടിവേഷൻ എനർജി. കൺസെപ്റ്റ് ഓഫ് ആക്ടിവേഷൻ എനർജി. ഇതിൽ എക്സ് ആക്സിസ് തന്നിരിക്കുന്നത് പ്രോഗ്രസ് ഓഫ് റിയാക്ഷൻ ആണ്, വൈ ആക്സിസ് തന്നിരിക്കുന്നത് പൊട്ടൻഷ്യൽ എനർജിയാണ്. ഓക്കെ, ഇനി ഇത് സബ്സ്ട്രേറ്റ്, ഇത് പ്രൊഡക്റ്റ്. ഓക്കെ, ഇതിനിടയിലൊരു ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള സ്റ്റേജാണ് ഇത് ട്രാൻസിഷൻ സ്റ്റേറ്റ്. ഇത് നോക്കിയേ, ആക്ടിവേഷൻ എനർജി വിത്തൗട്ട് എൻസൈം. ആക്ടിവേഷൻ എനർജി വിത്തൗട്ട് എൻസൈം. എൻസൈം ഇല്ലെങ്കിൽ ഒരുപാട് ആക്ടിവേഷൻ എനർജി വേണം. എൻസൈം ഉണ്ടെങ്കിൽ ആക്ടിവേഷൻ എനർജി കുറച്ച് മതി എന്നാണ് ഈ ഡയഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഡയഗ്രാം ഏതാണ്? കൺസെപ്റ്റ് ഓഫ് ആക്ടിവേഷൻ എനർജി. ഈ കൺസെപ്റ്റ് ഓഫ് ആക്ടിവേഷൻ എനർജിയിൽ എക്സ് ആക്സിസിൽ പ്രോഗ്രസ് ഓഫ് റിയാക്ഷനും വൈ ആക്സിസിൽ പൊട്ടൻഷ്യൽ എനർജിയുമാണ്. ഇത് സബ്സ്ട്രാറ്റ്, പ്രൊഡക്റ്റ്, ഇതിനിടയിലുള്ള ഇൻ്റർമീഡിയറ്റ് സ്റ്റേജാണ് ട്രാൻസിഷൻ സ്റ്റേറ്റ്. ഇനി നമുക്കിവിടെ പഠിക്കാനുണ്ട്, ഇതിൽ ഈ വലിയ ഗ്രാഫ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ആക്ടിവേഷൻ എനർജി വിത്തൗട്ട് എൻസൈം. അതായത് എൻസൈം ഇല്ലെങ്കിൽ ആക്ടിവേഷൻ എനർജി കുറേ വേണം, എൻസൈം ഉണ്ടെങ്കിലാകട്ടെ ആക്ടിവേഷൻ എനർജി കുറച്ചു മതി. ഇനി നമുക്കിവിടെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് എൻസൈം ആക്ടിവിറ്റി. ശ്രദ്ധിച്ചു കേട്ടോളാം, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് എൻസൈം ആക്ടിവിറ്റി ഏതൊക്കെയെന്ന് ചോദിക്കും. അതിലൊന്ന് pH, മറ്റൊന്ന് ടെമ്പറേച്ചർ, പിന്നൊന്ന് കോൺസെൻട്രേഷൻ ഓഫ് സബ്സ്ട്രേറ്റ്, പിന്നൊന്നും കൂടെ ഉണ്ട് ഇൻഹിബിറ്റർ. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കാം. ആദ്യം pH പറയാം. ഒരു ആവറേജ് pHൽ എൻസൈം നന്നായിട്ട് വർക്ക് ചെയ്യും. ഈ pHനെ നമ്മൾ പറയുന്ന പേരാണ് ഒപ്റ്റിമം pH. ഈ pHൻ്റെ താഴേക്ക് വന്നാൽ എൻസൈം ഇനാക്റ്റീവ് ആകും, ഈ pHൻ്റെ മുകളിലോട്ട് വന്നാൽ എൻസൈം ഇനാക്റ്റീവ് ആകും. അപ്പോൾ നമുക്ക് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് എൻസൈം ആക്ടിവിറ്റിയിൽ ഒന്ന് pH ആണ്. ആവറേജ് pHൽ എൻസൈം നന്നായിട്ട് വർക്ക് ചെയ്യും. ഈ pHനെ നമ്മൾ ഒപ്റ്റിമം pH എന്ന് പറയും. എബവ് ഓർ ബിലോ ദ ഒപ്റ്റിമം വാല്യൂ, ഒപ്റ്റിമം വാല്യൂയുടെ താഴെയാകട്ടെ ഒപ്റ്റിമം വാല്യൂയുടെ മുകളിലാകട്ടെ എൻസൈം ആക്ടിവിറ്റി ഡിക്ലൈൻ ആവുകയേ ഉള്ളൂ. ഇനി ഈ ഒരു ലേബൽ ചെയ്യാനും പഠിക്കണം. ഇത് pH ആണ്, ഇത് എൻസൈം ആക്ടിവിറ്റിയാണ്. ഇനി രണ്ടാമത്തെ നമ്മൾ ടെമ്പറേച്ചർ. അതേപോലെ തന്നെ ഇവിടെയും നമ്മൾ പഠിക്കണം ടെമ്പറേച്ചർ, ഇത് എൻസൈം ആക്ടിവിറ്റിയാണ്. അപ്പോൾ ഒരു ടെമ്പറേച്ചർ നോക്കുകയാണെങ്കിൽ ഒരു ആവറേജ് ടെമ്പറേച്ചറിൽ എൻസൈം നന്നായിട്ട് വർക്ക് ചെയ്യും. ആ ടെമ്പറേച്ചറിന് പറയുന്ന പേരാണ് ഒപ്റ്റിമം ടെമ്പറേച്ചർ എന്ന് പറയും. ആ ടെമ്പറേച്ചറിനേക്കാൾ താഴേക്കോ ആ ടെമ്പറേച്ചറിൻ്റെ മുകളിലേക്കോ വരികയാണെങ്കിൽ എൻസൈം ആക്ടിവിറ്റി ഉണ്ടാവില്ല. അതായത് ബിലോ ദ ഒപ്റ്റിമം ടെമ്പറേച്ചർ എൻസൈം ഡിക്ലൈൻ ഇറ്റ്സ് ആക്ടിവിറ്റി. ഈ ഒപ്റ്റിമം ടെമ്പറേച്ചറിന് താഴേക്കാണെങ്കിൽ എൻസൈമിൻ്റെ ആക്ടിവിറ്റി ഇനാക്റ്റീവ് ആകും, അല്ലെങ്കിൽ ഈ ടെമ്പറേച്ചറിൻ്റെ മുകളിലേക്കാണെങ്കിൽ എൻസൈം നശിച്ചു പോവുകയും ചെയ്യും. അപ്പോൾ ഒപ്റ്റിമം ടെമ്പറേച്ചറിന് താഴേക്ക് വരികയാണെങ്കിൽ എൻസൈം ഇനാക്റ്റീവ് ആകും, ഒപ്റ്റിമം ടെമ്പറേച്ചറിന് മുകളിലോട്ട് പോവുകയാണെങ്കിൽ എൻസൈം നശിക്കുകയും ചെയ്യും. കാരണം എൻസൈംസ് ആർ പ്രോട്ടീൻ ചൂട് കൂടിക്കഴിഞ്ഞാൽ നശിക്കും എന്നുള്ളതാണ്. ഇനി ഈ ഒരു ഡയഗ്രാം വെച്ചുള്ള ക്വസ്റ്റ്യൻ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. 2 മാർക്കിനാണ് ചോദ്യം വരിക. ശ്രദ്ധിക്കുക, നമ്മൾ സബ്സ്ട്രാറ്റ് ആഡ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് എൻസൈമിൻ്റെ ആക്ടിവിറ്റി കൂടിക്കൊണ്ടേയിരിക്കും. സബ്സ്ട്രാറ്റ് ആഡ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് എൻസൈമിൻ്റെ ആക്ടിവിറ്റി കൂടിക്കൊണ്ടേയിരിക്കും തുടക്കത്തിലൊക്കെ. പിന്നെയും ഒരുപാട് സബ്സ്ട്രേറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാലും എൻസൈമിൻ്റെ ആക്ടിവിറ്റി ഒരു ലിമിറ്റ് വരെ ആക്ട് ചെയ്യുള്ളൂ, അത് കഴിഞ്ഞാൽ ആക്ട് ചെയ്യില്ല. എന്താണ് കാരണം? അതിന് കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ കാരണമാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ സബ്സ്ട്രാറ്റിനേക്കാൾ കുറവാണ് എൻസൈം. അപ്പോൾ നമ്മുടെ ചോദ്യം എങ്ങനെയാണ് വരിക? വെൻ സബ്സ്ട്രാറ്റ് കോൺസെൻട്രേഷൻ ഇൻക്രീസ്, എൻസൈം ആക്ടിവിറ്റി ഇൻക്രീസ് അറ്റ് ഫസ്റ്റ്. ഫർദർ ഇൻക്രീസ് ഇൻ സബ്സ്ട്രാറ്റ് കോൺസെൻട്രേഷൻ വിൽ നോട്ട് ഇൻക്രീസ് ദ എൻസൈം ആക്ടിവിറ്റി. വൈ? ബിക്കോസ് എൻസൈംസ് ആർ ഫ്യൂവർ ദാൻ സബ്സ്ട്രാറ്റ്. ഇത്ര ചെയ്തേ 2 മാർക്കാണ്.
എൻസൈം സബ്സ്ട്രാറ്റിനേക്കാളും കുറവായതുകൊണ്ടാണ് അങ്ങനെ പോണത്. അതുകൊണ്ടാണ് ഈ ഗ്രാഫ് ഇങ്ങനെ പോണത്. കണ്ടോ, സബ്സ്ട്രാറ്റ് ആഡ് ചെയ്യുന്നതിനനുസരിച്ച് എൻസൈം ആക്ടിവിറ്റി കൂടിക്കൊണ്ടിരിക്കും. പിന്നെ നമ്മൾ എത്രയും സബ്സ്ട്രാറ്റ് ആഡ് ചെയ്താലും എൻസൈം ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടേ പോകുള്ളൂ, മേലേക്ക് പോകില്ല. എന്താ കാരണം? സബ്സ്ട്രാറ്റിനേക്കാൾ കുറവാണ് എൻസൈം. പിന്നെ ഇത് ലേബൽ ചെയ്യാൻ പഠിക്കണം. ഇത് സബ്സ്ട്രാറ്റ് ആണ്, ഇത് വെലോസിറ്റി ഓഫ് റിയാക്ഷൻ, ഇതാണ് മാക്സിമം എൻസൈമിൻ്റെ ആക്ഷൻ നടക്കുക. ഇത് വെലോസിറ്റി മാക്സിമം ബൈ 2, ഇതിന് നമ്മൾ മിച്ചലീസ് കോൺസ്റ്റൻറ്റ് എന്നാ പറയുക, Km എന്ന് പഠിച്ചാൽ മതി. ഇതാണ് വെലോസിറ്റി മാക്സിമം, ഏറ്റവും മാക്സിമം ആയിട്ട് എൻസൈം ആക്ട് ചെയ്യുന്നത് ഇത്രയാണ്. ക്ലിയർ ആയോ? ഇനി നമുക്ക് പഠിക്കാനുള്ളത് ക്ലാസിഫിക്കേഷൻ ഓഫ് എൻസൈംസ് ആണ്. എൻസൈമിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, 6 ക്ലാസ്സുകളാക്കി തിരിച്ചിട്ടുണ്ട്. അതിൽ ഒന്ന് ഇതിൻ്റെ ഓർഡർ പ്രകാരം തന്നെ പഠിക്കണം. ഒന്ന് ഓക്സിഡോ റിഡക്റ്റേസ്, ഓക്സിഡേഷൻ, റിഡക്ഷൻ, റിയാക്ഷൻ. ട്രാൻസ്ഫറേസ്, ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഫിഗർ ഉണ്ട്, ഒരു സ്ട്രക്ചർ ഉണ്ട്, S+S'G ഇങ്ങനെ പറയാം. എസ്സിലുണ്ടായിരുന്നൊരു ഗ്രൂപ്പ് നോക്കോട്ടോ. ഈ ട്രാൻസ്ഫറേസ് പറഞ്ഞാൽ ട്രാൻസ്ഫർ ഓഫ് എ ഗ്രൂപ്പ് ബിറ്റ്വീൻ സബ്സ്ട്രാറ്റ് എന്നാ പറയും. ട്രാൻസ്ഫർ ഓഫ് ഗ്രൂപ്പ് ബിറ്റ്വീൻ സബ്സ്ട്രാറ്റ് എന്ന് പറയും. ഈ എസ്സിലുണ്ടായിരുന്നൊരു ഗ്രൂപ്പ് ഇപ്പോൾ എങ്ങോട്ടേക്ക് പോകുമെന്നറിയോ? S' പോകും. ഇതാണ് നമ്മൾ ട്രാൻസ്ഫറേസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഓക്സിഡോ റിഡക്റ്റേസ് പറഞ്ഞാൽ ഓക്സിഡേഷൻ, റിഡക്ഷൻ, റിയാക്ഷൻ. ട്രാൻസ്ഫറേസ് എന്ന് കഴിഞ്ഞാൽ ട്രാൻസ്ഫർ ഓഫ് എ ഗ്രൂപ്പ് ബിറ്റ്വീൻ 2 സബ്സ്ട്രാറ്റ്, ഒരു ഗ്രൂപ്പ് സബ്സ്ട്രാറ്റുകൾക്ക് തമ്മിൽ ഇങ്ങനെ മാറുക. ഇനി ഹൈഡ്രോലൈസ് എന്ന് പറഞ്ഞാൽ സ്പ്ലിറ്റിംഗ് എ കോമ്പൗണ്ട് ബൈ യൂസിങ് വാട്ടർ യൂസ് ചെയ്തിട്ട് ഒരു കോമ്പൗണ്ട് സ്പ്ലിറ്റ് ചെയ്യുന്നതിനെയാണ് ഹൈഡ്രോലൈസ് എന്ന് പറയാം. പിന്നെ ഒന്ന് ലയേസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ശ്രദ്ധിക്കുക. ലയേസിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് എക്സാമിന് ഇങ്ങനെയാണ് വരിക. അതായത് ഇതിപ്പോൾ XY എന്നുള്ളത് ഗ്രൂപ്പാണ്, C എന്നുള്ളത് സബ്സ്ട്രാറ്റ് ആണ്. ഇനി ഇതിൻ്റെ എക്സ്പ്ലനേഷൻ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗ്രൂപ്പ് റിമൂവ് ചെയ്തു, കണ്ടോ, ഈ ഗ്രൂപ്പ് ഇപ്പോൾ സബ്സ്ട്രാറ്റിൽ നിന്ന് റിമൂവ് ചെയ്തു, ശേഷം ഈ സബ്സ്ട്രാറ്റിനിടയിൽ ഡബിൾ ബോണ്ട് ഉണ്ടായി, കണ്ടോ. റിമൂവൽ ഓഫ് എ ഗ്രൂപ്പ് ആൻഡ് ലീവിങ് ബിഹൈൻഡ് ഡബിൾ ബോണ്ട് ബിറ്റ്വീൻ സബ്സ്ട്രാറ്റ് എന്ന് പറഞ്ഞാൽ അതേതാണ്? ലയേസ് ആണ്. ഐസോമറൈസ് എന്ന് പറഞ്ഞാൽ ഇൻ്റർ കൺവേർഷൻ ഓഫ് ഐസോമേഴ്സിൻ്റെ ഇൻ്റർ കൺവേർഷനാണ്. ഇനി ലിഗേസ് എന്ന് പറഞ്ഞാൽ ജോയിനിങ് ഓഫ് 2 മോളിക്യൂൾസുകൾ ജോയിൻ ചെയ്യാൻ സഹായിക്കുന്നതാണ് ലിഗേസ്. ഇങ്ങനെ 6 എണ്ണമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, 6 എണ്ണം നോക്കൂ. ഓക്സിഡോ റിഡക്റ്റേസ്, ഓക്സിഡേഷൻ, റിഡക്ഷൻ, റിയാക്ഷൻ. ട്രാൻസ്ഫറേസ്, ട്രാൻസ്ഫർ ഓഫ് എ ഗ്രൂപ്പ് ബിറ്റ്വീൻ 2 സബ്സ്ട്രാറ്റ്. പിന്നെ ഹൈഡ്രോലൈസ്, സ്പ്ലിറ്റിംഗ് എ കോമ്പൗണ്ട് ബൈ യൂസിങ് വാട്ടർ. പിന്നെ ലയേസ്, റിമൂവൽ ഓഫ് എ ഗ്രൂപ്പ് ഫ്രം സബ്സ്ട്രാറ്റ് ആൻഡ് ലീവിങ് ബിഹൈൻഡ് ഡബിൾ ബോണ്ട്. പിന്നെ ലിഗേസ്, ഇൻ്റർ കൺവേർഷൻ ഓഫ് ഐസോമേഴ്സ്, പൊസിഷണൽ ചേഞ്ച് ഉണ്ടാകുക. ലിഗേസ് എന്ന് പറഞ്ഞാൽ ജോയിനിങ് ബിറ്റ്വീൻ 2 മോളിക്യൂൾസ്. ഇനി നമുക്ക് നോക്കാം. ഹോളോ എൻസൈം എന്ന് പറയുന്നത് എപ്പോ എൻസൈമും കോഫാക്ടറും കൂടെ ചേർന്നാണ്. ഇതിൽ എപ്പോ എൻസൈം എന്ന് പറയുന്നത് പ്രോട്ടീൻ പാർട്ടാണ്. പ്രോട്ടീൻ പാർട്ട് ഓഫ് ദ എൻസൈമിന് പറയുന്ന പേരാണ് എപ്പോ എൻസൈം. നോൺ പ്രോട്ടീൻ പാർട്ടിന് പറയുന്ന പേരാണ് കോഫാക്ടർ. അപ്പോൾ ഇവിടെ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കണം എന്താണ് കോഫാക്ടർ എന്ന് പറഞ്ഞാൽ. അതായത് നോൺ പ്രോട്ടീൻ പാർട്ട് ഓഫ് ദ എൻസൈം ഈസ് കോൾഡ് കോഫാക്ടർ. കോഫാക്ടേഴ്സ് 3 ടൈപ്പാണുള്ളത്. ഒന്ന് പ്രോസ്തറ്റിക് ഗ്രൂപ്പ്, 2 ഏതാണ്? കോ എൻസൈമാണ്, 3 ഏതാണ്? മെറ്റൽ അയോൺ. എപ്പോ എൻസൈമുമായിട്ട് ടൈറ്റ് ചെയ്ത് ബൈൻഡ് ചെയ്ത് കിടക്കുന്ന ഓർഗാനിക് കോമ്പൗണ്ടാണ് പ്രോസ്തറ്റിക് ഗ്രൂപ്പ്. എപ്പോ എൻസൈമുമായിട്ട് ടൈറ്റ് ചെയ്ത് ബൈൻഡ് ചെയ്ത് കിടക്കുന്ന ഓർഗാനിക് കോമ്പൗണ്ടാണ് പ്രോസ്തറ്റിക് ഗ്രൂപ്പ്. എക്സാമ്പിളാണ് ഹീം. ഇനി എപ്പോ എൻസൈമുമായിട്ട് എപ്പോഴാണോ കാറ്റലിസിസ് നടക്കേണ്ടത്, എപ്പോഴാണോ റിയാക്ഷൻ നടക്കേണ്ടത്, ആ സമയത്ത് മാത്രം അറ്റാച്ച് ചെയ്യുന്ന കോഫാക്ടറാണ് കോ എൻസൈം. എക്സാമ്പിളാണ് NAD, NADP. ഇതിൽ പ്രധാനപ്പെട്ട ആളാണ് വൈറ്റമിൻ നിയാസിൻ എന്ന് ഈ കോ എൻസൈമിൽ ഉണ്ടാവും. ക്ലിയർ ആണല്ലോ. ഇനി മെറ്റൽ അയോൺ, എപ്പോ എൻസൈമുമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന സംഗതിയാണ് മെറ്റൽ അയോൺ. എക്സാമ്പിൾ സിങ്ക് എന്ന് പറയുന്ന സംഗതി മെറ്റൽ അയോണുമായിട്ട് ടൈറ്റ്ലി അറ്റാച്ച്ഡ് ആണ് എന്ന് പഠിക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. പിന്നെ ഇത് കൂടാതെ ഒരു ചോദ്യം കൂടെ വരും. വാട്ട് വിൽ ഹാപ്പൻ ഇഫ് കോഫാക്ടർ ഈസ് റിമൂവ്ഡ് ഫ്രം ആൻ എൻസൈം? ഒരു എൻസൈമിൽ നിന്ന് കോഫാക്ടർ റിമൂവ് ചെയ്താൽ എന്ത് സംഭവിക്കും? 2 മാർക്കാണ്. അതായത് ഇറ്റ്സ് കാറ്റലിറ്റിക് ആക്ടിവിറ്റി ഈസ് ലോസ്റ്റ്, അതിൻ്റെ കാറ്റലിറ്റിക് ആക്ടിവിറ്റി നഷ്ടപ്പെടും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഇതിൽ പഠിക്കാനുണ്ട്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ ഇത്രയും പറഞ്ഞു. ഇത് ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. എന്തു വന്നാലും ഇത്രയും പഠിച്ചിട്ട് എക്സാമിന് പോകാവൂ ഈ 4 ചാപ്റ്ററിൽ. ഓക്കെ.